ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബോധപൂർവം ഗൂഢാലോചന നടത്തി കുടുക്കിയതാണോ? ആ യുവ നേതാവിനെ എന്നേക്കുമായി ഇരുട്ടറയിൽ അടയ്ക്കാൻ ഗൂഢസംഘം പ്രവർത്തനങ്ങൾ തുടരുകയാണോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദി ജേർണലിസ്റ്റ് പ്രേക്ഷകരുടെ അഭിപ്രായ രൂപീകരണത്തിന് ഇന്നലെ മുതൽ തുടക്കമിട്ടിരുന്നു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് നൂറുകണക്കിന് പേരാണ് നമ്മുടെ ചാനലിൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം ഇന്ന് മുതൽ നമ്മൾ ജനങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ എപ്പിസോഡാണിത്. ഒരു വീട്ടമ്മയുടെ സംഭാഷണമാണ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ നിലപാട് ഞങ്ങളെ അറിയിച്ചാലും പ്രക്ഷേപണ യോഗ്യമാണെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഇന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നൽകാനുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ ഓഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ സെൽഫി വീഡിയോയോ അയച്ചു തരിക. വരും മണിക്കൂറുകളിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്നതാണ്. അത് ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. ഈ സമയം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 25 ലക്ഷം പ്രേക്ഷകരാണ്. അപ്പോൾ ഒരേ സമയം അത്രയധികം വ്യൂവർഷിപ്പുള്ള നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലോകത്തെ അറിയിക്കാൻ കിട്ടുന്ന ഈ സുവർണാവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ലോകം അറിയട്ടെ, ലോകം ചർച്ച ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ അഭിപ്രായ സ്വരൂപീകരണത്തിൻ്റെ ഭാഗമായി വന്ന ആദ്യ പ്രതികരണം പ്രേക്ഷകർ കേൾക്കുക, വിലയിരുത്തുക. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. ഈ കമൻറ്റുകൾ വെച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് മറ്റൊരു ചർച്ചയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ തീർച്ചയായും തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങള് പെണ്ണുങ്ങൾ, വീട്ടമ്മമാരൊന്നും ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിച്ച് അയാളെ ശിക്ഷിക്കട്ടെ. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണൊക്കെ തമ്മിൽ ഇങ്ങനെ സംസാരങ്ങളോ ലൈനടിക്കുന്നതോ ഇഷ്ടങ്ങളോ പറയുന്നത് എവിടെയില്ലാത്തത് അല്ലേ? ഇഷ്ടം പോലെ അങ്ങനെ നടക്കുന്നുണ്ട്. അവര് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യക്തി പോലും പരാതി കൊടുത്തിട്ടില്ല. തകർന്നു പോയ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് അത്രയ്ക്കധികം സംസാരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ട. ഞാൻ അദ്ദേഹത്തെ അറിയൊന്നുമില്ല, പക്ഷെ ഈ ടിവിയിലും വാർത്തകളിലൊക്കെ കാണുന്ന അത്രയ്ക്കും അറിവും വ്യക്തമായി കാര്യങ്ങളെ ഈ നശിച്ച കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് സംസാരിക്കാൻ കോൺഗ്രസിലുള്ള ഒരേ ഒരു വ്യക്തി ഇങ്ങനെ മാത്രമാണ്, രാഹുൽ. അപ്പോ അയാളെ അടിച്ചു താത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചനകളും ഇല്ലാ കഥകളും ചിലപ്പം പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ചു കാണും, ഇല്ലെന്ന് പറയുന്നില്ല. അതും അദ്ദേഹം ഈ MLA ആകുന്നതിന് എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യം. ഈ സ്ത്രീകൾ എന്തുകൊണ്ടന്ന് പ്രതികരിച്ചില്ല? ഞാനൊരു സ്ത്രീയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രതികരിക്കാമായിരുന്നില്ലേ? പിന്നെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുമാതിരി ഇതുകളായിട്ട് ഒരു മനുഷ്യനെ, അയാളൊരു മനുഷ്യനല്ലേ? അയാൾ ഇതുപോലെ ടോർച്ചർ ചെയ്ത് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുമാതിരി മാനസികമായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ച് അയാൾ മരിച്ചു പോകാത്ത അയാളുടെ അമ്മയുടെ ഭാഗ്യം. സൂയിസൈഡ് അങ്ങനത്തെ ഇതൊന്നും ചെയ്യാത്തത്, ഇതുമാതിരി ടോർച്ചർ ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ 15-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരണം. ഇത് തന്നെയാണ് ഞങ്ങൾ വീട്ടമ്മമാരുടെ വ്യക്തമായ തീരുമാനം. അപ്പൊ ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ VD സതീശനൊക്കെ ഭയങ്കര എതിർപ്പാണല്ലോ. അവരെതിർക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റിൽ എത്ര മന്ത്രിമാരുണ്ട്, എത്ര വ്യക്തികളുണ്ട് ഈ പെണ്ണ് കേസിൽ പിടിച്ച് കേസും കൂട്ടം എല്ലാനും ആയിട്ടുള്ളവര്? അവരെ ആരും അവർ പുറത്താക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രം എന്ത് ഒരു ചെറിയ കാര്യം വന്നപ്പോഴേക്കും ഈ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്? അതെന്താ കാരണം? അവരിപ്പോ 10-15 പേരുടെ പേര് എന്നും യൂട്യൂബിൽ റണ്ണിങ് ആണല്ലോ. അവരെല്ലാവരും ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്. അങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാർ. അവർക്കൊന്നും കൊല വിളിച്ചും ഇതും ചെയ്തും അവര് കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് അവരുടെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇത് കോൺഗ്രസിൽ ഒന്നാമത് ആരും ഇല്ല ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ, നിസ്സാരം ആളുകളെ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഇതൊന്ന് കയറി വരാം. ഈ മുടിഞ്ഞ ഭരണത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾക്കൊന്നും ഒരു ഇത്തിരി ആശ്വാസം കിട്ടും കോൺഗ്രസ് വന്നാലെന്ന് വിചാരിച്ചിരിക്കുന്ന അതിനിടയിൽ ഈ വ്യക്തിനെ, രാഹുലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ താറടിച്ച്
ആക്കിയാല് അതുവഴി ഷാഫിനെ താഴ്ത്താൻ പറ്റും. ഷാഫിയും ഉയർന്നു വരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന യുവജനങ്ങൾ കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ താഴ്ത്തി കഴിഞ്ഞാല് കോൺഗ്രസ് ഓൾറെഡി ഡൗൺ ആവും. അത് ഏത് വ്യക്തിക്ക് മനസ്സിലാകാത്തത്? അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ മനസ്സിലാകാത്തുള്ളൂ. ബാക്കി ഞങ്ങൾക്ക് ജനങ്ങൾക്കൊക്കെ അത് മനസ്സിലാകും. ഇത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അദ്ദേഹം തെറ്റെന്ന് പറയാൻ എന്തുവാ? ആ സ്ത്രീകൾ ഒരാൾ പോലും ഒരു പരാതി കൊടുത്തിട്ടില്ല. ഒരു വ്യക്തി പോലും പരാതി കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇയാളെ വേട്ടയാടുന്നത്? അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്ത ആളെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഞങ്ങൾക്കറിയാം. പിന്നെ എതിർക്കുന്നവര്, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള അവരെന്നും എതിർക്കും. അവർക്ക് ജയിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു അരേനെ കിട്ടി കഴിഞ്ഞാൽ അവരതങ്ങനെ ഇഷ്ടം പോലെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനത്തെ വാർത്തകൾ നിരന്തരം കൊടുത്ത റിപ്പോർട്ടർ ചാനൽ, അവർക്കെതിരെയും നിങ്ങൾക്ക് രാഹുലിനോട് പറഞ്ഞു, എനിക്ക് ആ വ്യക്തിനെ വിളിക്കാനുള്ള നമ്പറോ കാര്യങ്ങളോ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കെതിരെയും കേസ് കൊടുക്കണം. ഇതുമാതിരി 24 മണിക്കൂറും നിർത്താതെ നിന്ന് ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. ആ വാർത്തകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അതിലൊരു വിശ്വാസത തോന്നുന്നില്ലേ? ഞങ്ങൾ എന്തിനു വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ എന്തിനത് വിശ്വസിക്കേണ്ട ആവശ്യം? പ്രത്യേകിച്ച് സാങ്കേതികമായിട്ട് ഇതെല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആർക്ക് വേണമെങ്കിലും ആരെ കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ വ്യക്തിനെ ഇതുപോലെ ഹരാസ് ചെയ്തു? എനിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ കൂടെ, ഞാനും ഒരു അമ്മയാണ്, എനിക്കും ഇതുപോലെ 2 മക്കള്. നാളെ എന്റെ മക്കളെ കുറിച്ച് പറയില്ലാന്ന് എന്താ ഉറപ്പ്? അപ്പൊ ഇതിനെതിരെ ഇങ്ങനെ ഈ ട്രാൻസ്ജെൻഡർ പിന്നെ വേറൊരു കാര്യം, രാഹുൽ എന്തിനാണ് ഇങ്ങനത്തെ അതിന്റെ മുഖത്ത് പോലും നോക്കാൻ തോന്നുകയില്ല. അവന്തിക എന്ന് പറഞ്ഞ പെണ്ണിന് ഇതിനോടൊക്കെ സംസാരിക്കാൻ പോലും പോകരുതായിരുന്നു. അല്ല, പക്ഷെ ഇതിന്റെ അകത്ത് ഈ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഈ മാങ്കൂട്ടത്തിന്റെ പിന്തുണ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവര് ഉടനെ തന്നെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഉടനെ തന്നെ അവര് ഇതെടുത്ത് അദ്ദേഹത്തെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും, ഇപ്പൊ തന്നെ റിമൂവ് ചെയ്യും കോൺഗ്രസ്. അങ്ങനെയാണ് നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് കണ്ട അതിന് 2 ഭാഗത്തു നിന്നും അയാൾക്ക് പറയണത് കൂടെ കേൾക്കണ്ടേ? 2 ഭാഗത്തു നിന്നും കേട്ട് കാര്യങ്ങളെ വ്യക്തമായി കേട്ട് ആരുടെ ഭാഗത്തെ തെറ്റ്, ആ തെറ്റ്. ഇതിപ്പം ഈ ലോകത്ത് എന്തോരം ആളുകൾ ഇല്ലാത്ത മീൻസ് കൊലയും കള്ളത്തരങ്ങളും. ഇപ്പൊ പോലീസിനെ കുറിച്ച് തന്നെ എന്തോരം പോലീസുകളെ ഈ ഒരേ ആളുകളെ ആൺപിള്ളേരെ ആണുങ്ങളെ ഒക്കെ ഇടിച്ച് ചതച്ച് നീരാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനെതിരൊന്നും ഒരു കേസില്ലല്ലോ. അവരെന്താ റിമൂവ് ചെയ്യാത്തത്? അപ്പൊ അവരുടെ പാർട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സുജിത്ത് എന്ന് പറഞ്ഞ ആ പയ്യനെ ഇടിച്ച് പരിപാടി അതിന്റെ തെറ്റതല്ല കണ്ട അവര് സഹിക്കുവോ? ഒരു സാധാരണ സ്ത്രീ, ഞാൻ അറിയ പോലില്ല, എന്നിട്ട് പോലും എനിക്ക് പോലും അത് സഹിക്കാൻ പറ്റത്തില്ല കണ്ടിട്ട്. അപ്പൊ അതൊന്നും ചെയ്തവരൊക്കെ ഇപ്പൊ സുഖമായിട്ട് അവര് പ്രൊമോഷനും കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ട് ഇതൊന്നും കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തൊന്നും ഇവര് കാണുന്നില്ലേ? ഇതുപോലെ അവരുടെ തെറ്റ് ചെയ്തവർ ഇദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടില്ല എന്ന് വിധിക്കാൻ നമ്മളാരുമല്ല, നമ്മളാരും ദൈവമല്ല. എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും, ആരും പൂർണ്ണരല്ല ഈ ലോകത്ത്. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിനെന്തെങ്കിലും പരിഹാരം അതിനുള്ള ഇതുകളുണ്ട്. അല്ല, ഒരു പെണ്ണിനോട് സംസാരിച്ചെന്ന് വെച്ചിട്ട് എവിടെയാ ഏത് നിയമത്തിലാണ് പറയുന്നത്? അത് അന്നാ പിന്നെ ആ പെണ്ണുങ്ങള് അവര് പറഞ്ഞ 2 പേരും 3 പേരും നിയമത്തിന് മുമ്പിൽ വന്ന് അവർ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടാ? അവർ കൊടുക്കട്ടെ കേസ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇത് ചെയ്തില്ല. അല്ലാതെ അതിനു മുമ്പ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് ഇത്ര വാശി പിടിക്കുന്നത്? ഇതിലിപ്പോ ഒരു സിനിമാ നടി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതില് ആ ഒരു ആരോപണത്തിൽ ആ പെണ്ണ് അവൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. രാഹുലെ ഉപദ്രവിച്ചു എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി. അപ്പൊ അതൊക്കെ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാവുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ ചർച്ച, എന്റെ സഹോദര, ഇത് കേൾക്കുന്ന സാമാന്യ ബോധം, ഒരു ഇച്ചിരി ബോധം, ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്ത്രീയോ ആർക്കായാലും മനസ്സിലാകും. കാരണം അത് പല്ല് മുഴുവൻ പുറത്ത് കാട്ടി ഇളിച്ചു കാട്ടിയിട്ടാണോ നമ്മൾ ഒരു പരാതി വന്ന് പറയുന്നത്? ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളിച്ച് സന്തോഷത്തോടെയാണോ വന്ന് പരാതി പറയാം? എല്ലായിടത്തും അവർ ഫുൾ ടൈം ചിരിച്ച് കുഴഞ്ഞു മറിഞ്ഞാണ് ഈ പരാതി പറയുന്നത്. ഈ 3.5 കൊല്ലം മുമ്പ് അവരുടെ അടുത്ത് മോശമായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തിന് ഭയക്കണത്? ഇപ്പം വെറുതെ ഇളിച്ചു കാട്ടി വന്ന് പറയാനായിട്ട് അവർക്ക് എവിടെ അവരെ ഇതുമാതിരി ആളുകൾ ഇറക്കി വിട്ടേക്കുന്നത്? അല്ലാതെ പിന്നെന്തുവാ?
അതൊക്കെ ബോധമുള്ളവർക്ക്, ഒരു ഇച്ചിരി ബോധമുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഈ രാഹുലിനെതിരെ അപ്പൊ ഗൂഢാലോചന ഉണ്ടെന്നാണോ പറയുന്നത്, വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പം ഇതുമാതിരി ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഇതുമാതിരി അനാവശ്യ കഥകൾ ഇറക്കി, ആളുകളെ ഇറക്കി, ചീട്ടുകൾ ഇറക്കി വിട്ടേക്കുന്നത്. പിന്നെ എന്തോ ഒരു ഇത് വന്നത്, അദ്ദേഹം അപ്പൊ തന്നെ പ്രതികരിക്കണമായിരുന്നു. ഞാൻ ഇതിനൊന്നിനും ഇങ്ങനത്തെ ഇപ്പൊ ഒരു ക്ലിപ്പ് നടക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ നിയമത്തിനെതിരായിട്ടുള്ള ഒരു തെറ്റ്, അത് അന്ന് തന്നെ അദ്ദേഹത്തെ ഈ കോൺഗ്രസ്സുകാർ ജനമാരി അവരിതെല്ലാം ചെയ്തിട്ട് അവരൊന്നും ചെയ്തില്ല. സോറി, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവിധ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പറയാം അവരിതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ അപ്പൊ തന്നെ പ്രതികരിക്കണമായിരുന്നു. അതാണ് ജനങ്ങൾക്കിടയിൽ ഇച്ചിരി സംശയത്തിനിടയായത്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഈ രാജ്യത്ത് ഇപ്പൊ ഈ വളർന്നു വരുന്ന മക്കളൊന്നും ഈ നാട്ടിൽ നിൽക്കണില്ല, ഒക്കെ ഓടിപ്പോവാ ഓരോ രാജ്യങ്ങളിലേക്ക്, കാശും ലോണും ഇതൊക്കെ എടുത്ത്. എന്തുകൊണ്ടാ? ഈ നാട്ടിൽ ഈ ദുരിതം കാരണം. അതിൽ നിന്നൊരു ഇത്തിരി മോചനെങ്കിലും കിട്ടണ്ടേ? അപ്പൊ ഇദ്ദേഹത്തിനെതിരെ പെട്ടി, കള്ള ID പറഞ്ഞ് പിടിക്കാൻ നോക്കി, നീലപ്പെട്ടി കൊണ്ടുവന്ന് ഇറക്കി പിടിക്കാൻ നോക്കി. അപ്പൊ ഇത്രയ്ക്ക് മിടുമിടുക്കനായിട്ട് വളർന്നു വരുന്ന ഒരു യുവ നേതാവ്, നാളത്തെ മന്ത്രിയോ അതിനപ്പുറം എന്തൊക്കെയോ ആകാൻ കഴിവുള്ളൊരു വ്യക്തി, അയാൾ എങ്ങനെയെങ്കിലും മോളയിലെ ഇടിച്ചു താത്തി ഇങ്ങനത്തെ ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആകെ തളർന്നു പോയില്ല. അപ്പൊ കുറച്ച് പേര് വിചാരിക്കും ഒന്നുമില്ലാതെ ഒന്നും പറയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് പോലെയുണ്ട്, തീയില്ലാതെ പുകയുണ്ടാവില്ല. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അവർക്കത് ഇതായി. ഇപ്പം ഈ വ്യക്തിനെ രാഹുലിന്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ പ്രശ്നങ്ങളും ഒളിഞ്ഞുപോയി, മീൻസ് അടിയിലേക്ക് പോയി. അതൊന്നും ഇപ്പൊ ആർക്കും ചർച്ച ചെയ്യാനുള്ള ഇതില്ല. ഒക്കെ എല്ലാവരും TV തുറന്ന രാഹുൽ മാങ്കൂട്ടം, ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് തുറന്ന ഇത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ, പിന്നെ അദ്ദേഹം ഈ സെന്റ് സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞ അത്രയും വലിയൊരു കോളേജിൽ, ഡൽഹിയിലെ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ്. അവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും അറിവും ഇതുള്ള ഒരാള് ഇതുപോലെ ഈ എല്ലാ കഥകളും പെണ്ണുങ്ങളെ പുറകെ നടന്നും എല്ലാവരും ഇങ്ങനെ നശിപ്പിക്കാൻ നടക്കുക. അദ്ദേഹത്തിന് ബോധമുള്ള വ്യക്തിയല്ലേ? ചിലപ്പം അവരോടൊക്കെ സംസാരിച്ചു കാണും. അത് ഇങ്ങനത്തെ പാർട്ടിയിലും വരും, അതിനൊക്കെ പല പല കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ സംസാരിക്കുകയോ ചിലപ്പോൾ തിരിച്ചിരിച്ചോ എന്തൊക്കെ സംസാരിച്ച് കാണുമായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഈ സ്ത്രീകള് അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാറ്. ഇവിടെ വെറുതെ വന്ന് ഈ മീഡിയയിൽ വന്ന് പറഞ്ഞ് മീഡിയക്കാരെ കാശ് കൊടുത്ത് വെറുതെ ഇല്ലാ കഥകള് 24 മണിക്കൂറും മീഡിയക്കാര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അത് കേട്ട് ഞങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിരിക്കണം.